أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്താണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ വഖഫ്, ഹിബത്ത്, വസിയ്യത്ത് എന്നൊക്കെ പറഞ്ഞ് പല ഭാഗങ്ങളും പാഠഭാഗങ്ങളൊക്കെ എടുത്ത് അതൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്. ഇന്ന് ഏതായാലും നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ മുന്നേ പഠിച്ച കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വസിയ്യത്ത് എന്ന പാഠഭാഗത്തിൽ ഒരു അബൂബക്കർ ഹാജിയുടെ കഥ പറഞ്ഞു അല്ലേ? ഈ അബൂബക്കർ ഹാജി മരിച്ചുപോയി. സ്വത്ത് വീതിക്കലും ഹൈദറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ സോൾവായി. 2 ദിവസം കഴിഞ്ഞ്, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നാട്ടിലൊന്നും പരിചയമില്ലാത്ത ഒരാളുണ്ട് വരുന്നത്. അങ്ങനെ വന്ന് മൂത്ത മകൻ ഉസ്മാൻ എന്ന ആളെ കണ്ടു. അയാളോട് പറഞ്ഞു, നിങ്ങൾ അബൂബക്കർ ഹാജിയുടെ മകനല്ലേ? അതെ. ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്. ആ, എന്താ ഇപ്പോൾ പോന്നു? ഞാൻ അബൂബക്കർ ഹാജി മരിച്ച വിവരങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ, നിങ്ങളെ നമുക്കറിയില്ല, നമുക്കറിയെങ്കിൽ നമ്മൾ വിളിച്ചറിയിക്കായിരുന്നു. അതല്ല, ഞാൻ പണ്ട് മൂപ്പര് കോഴിക്കോട്ടങ്ങാടിയിൽ കച്ചവടം നടത്തിയിരുന്ന സമയത്ത് മൂപ്പരെ പറ്റിച്ചിട്ട് ഞാൻ കുറച്ച് മുതൽ സ്വന്തമാക്കിയിരുന്നു മൂപ്പരിൽ നിന്ന്. അദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ട് ഞാൻ കുറച്ച് മുതൽ സ്വന്തമാക്കിയിരുന്നു. ആ കടപ്പാട്, ആ ബാധ്യത എൻ്റെ പേരിൽ നിന്ന് തീർക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയായാലും മൂപ്പരുടെ സ്വത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശികളാണല്ലോ, അനന്തരാവകാശികൾക്കാണല്ലോ സ്വത്തിരിക്കുക, അത് തിരിച്ചു തരാനും ആ ബാധ്യത എൻ്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെല്ലാനും ആഗ്രഹിക്കുന്നു. അതിന് വന്നതാണ്, അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ, വാപ്പാൻ്റെ ബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തീർത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാധ്യത തീർത്തു. ഇവിടെ ഈ സംഭവത്തിൽ ഒരാൾ വന്നിട്ട് അവിടെ വന്ന് സമ്മതം നടത്തിയല്ലോ, എൻ്റെ മേലൊരു ബാധ്യതയുണ്ട് എന്ന് ഒരു സമ്മതം നടത്തിയല്ലോ. ഈ സമ്മതം നടത്തുന്നതിന്, ഇങ്ങനെ അംഗീകരിക്കുന്നതിന് പറയുന്ന പേരാണ് അൽ ഇഖ്റാറു. അൽ ഇഖ്റാറു. നമുക്കിനി പഠിക്കാനുള്ള ദർസുൽ ഖാമിസ്, ഫിഖഹിലെ അടുത്ത പാഠം നമുക്ക് പഠിക്കാനുള്ളത് അൽ ഇഖ്റാറു. അൽ ഇഖ്റാറു, സമ്മതം നടത്തൽ, അംഗീകരിക്കൽ, ബാധ്യതയുണ്ട് എന്ന് സമ്മതിക്കൽ. ആ ബാധ്യത അള്ളാഹിനോടുള്ള ബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയോടുള്ള ബാധ്യതയായിരിക്കാം, സൃഷ്ടാവിനോടുള്ള ബാധ്യതയായിരിക്കാം. ഇഖ്റാർ എന്നാണ് അതിന് പറയുക. ഇനി ആ ഇഖ്റാറിൻ്റെ റുക്കുനുകൾ ഏതൊക്കെ, എത്ര അർക്കാനുകളുണ്ട് ഇഖ്റാർ എന്നതിൽ നമ്മൾ ഫിഖഹിൽ പഠിക്കാൻ, അതാണ് മറ്റൊന്ന് നമുക്കിതിൽ പറയാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഒരാൾ വന്നിട്ട് സമ്മതം നടത്തി അല്ലേ? കോഴിക്കോട്ടങ്ങാടിയിൽ നിങ്ങൾ വാപ്പ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ
പറ്റിക്കലിലൂടെ കുറച്ച് മുതൽ സ്വന്തമാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിക്കുന്ന ആൾ, എൻ്റെ മേലിൽ ഒരു ബാധ്യതയുണ്ട് എന്ന് അറിയിപ്പ് നടത്തുന്ന ഒരാൾ, അയാൾക്ക് പറയുന്ന പേരാണ് മുഖിർ. മൂന്നാമത് എന്ത് വിഷയത്തിലാണ്? ഒരു മുതലിൻ്റെ വിഷയത്തിലാണ്, ഒരു ബാപ്പയോടുള്ളൊരു കടപ്പാടിൻ്റെ വിഷയത്തിലാണ് പറഞ്ഞത്. ആ കടപ്പാടിന് പറയുന്നത് മുഖറുൻ ബിഹി. പിന്നെ അയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പിതാവുമായിട്ട് ലീ അല അബീക കഥ, എൻ്റെ മേലിൽ, അല്ലെങ്കിൽ അലയ്യ അല അബീക്കും കഥ, എനിക്ക് നിങ്ങളുടെ പിതാവിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ആ പറയുന്ന പദപ്രയോഗം സീഗ എന്ന് നമ്മൾ ഫിഖ്ഹിൽ പറയും. ഇതൊക്കെയാണ് ഒരു ഇഖ്റാർ എന്നതിൻ്റെ തൂണുകൾ. അർക്കാൻ എന്ന് പറഞ്ഞതല്ലേ, പ്രധാനമായ സ്തംഭങ്ങൾ, സ്തൂപങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അർക്കാനുൽ ഇഖ്റാറുമാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ ഓരോന്നും അർക്കാനുകൾ പറയുമ്പോൾ മുഖിർ ആരായിരിക്കണം, മുഖറിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, മുഖർ ലഹു എങ്ങനെയൊക്കെ ആയിരിക്കും, മുഖർ ബിഹി എന്തായിരിക്കും, സീഗ എങ്ങനെയായിരിക്കും, ഇതൊക്കെ പറയുന്ന ഒരു ചെറിയ പാഠമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പാഠപുസ്തകം എടുക്കുക. വളരെ ചെറിയ പാഠമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. അൽ ഇഖ്റാറു, ഇഖ്റാർ അംഗീകരിക്കൽ, സമ്മതം നടത്തൽ, ഇഖ്റാർ ചെയ്യൽ. ഹുവ എന്താണ് ഇഖ്റാർ എന്ന് പറഞ്ഞാൽ, ഇഖ്ബാറു ഷഖ്സി ബിഹഖിൻ അലൈഹി. ഇഖ്ബാറു ഷഖ്സി, ഒരു ഷഖ്സ്, ഒരു വ്യക്തി, എ പേഴ്സൺ, അറിയിക്കലാണ് ബിഹഖിൻ ഒരു ബാധ്യതയുടെ മേൽ, അലൈഹി അവൻ്റെ മേലിലുള്ള, തൻ്റെ മേലൊരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട് എന്ന് ഒരു വ്യക്തി വന്ന് അറിയിക്കുന്നതിന് പറയുന്ന പേരാണ് ഇഖ്റാർ, സമ്മതം നടത്തൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, അയാൾ ഇഖ്റാർ നടത്തിയാണ്. വയുസമ്മ ഇഅ്തിറാഫൻ, ഇതിന് ഇഅ്തിറാഫ് എന്നും പേരുണ്ട്. രണ്ട് പേരുകളാണ്, രണ്ട് സാങ്കേതിക പ്രയോഗങ്ങളാണ് അറബിയിൽ ഇഖ്റാറിനുള്ളത്. ഒന്ന് ഇഖ്റാർ എന്ന് പറയും, ഒന്ന് ഇഅ്തിറാഫ് എന്നും പറയും. ഇഅ്തിറാഫ് അംഗീകരിക്കൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉഖ്ദു യാ ഉനൈസ്, സഹാബിയോട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉനൈസ് എന്നവരെ വിളിച്ച് പറയുന്നു, ഉനൈസ് നിങ്ങൾ പോവുക. ഒരു സ്ത്രീയെ പറഞ്ഞു, ഒരു ആരോപണ വിധേയയായ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാക്ഷികൾ വേണം, തെളിവെടുപ്പുകൾ നടത്തണം. ഇതൊക്കെ കഴിഞ്ഞ് പ്രൂവ് ചെയ്ത് തെളിയിക്കപ്പെട്ട് വരുമ്പോഴാണ് അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത്. അല ഇംറഅത്തിൻ ഹാദാ, അല ഈ സ്ത്രീയുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക, അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത്, ഈ ഇഖ്റാറിൻ്റെ അർക്കാനുകൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞു. ഒന്ന് മുഖറുൻ, നീ അംഗീകരിക്കുന്ന ആൾ വേണം. മുഖറുൻ ലഹു, മുഖറുൻ ബിഹി, ഏതൊരു കാര്യത്തിലാണോ ഏതൊരു വസ്തുവിലാണോ അവർ സമ്മതം നടത്തിയത് അത് വേണം. പിന്നെ സീഗ വേണം, ഇതിൻ്റെ ഒരു പദപ്രയോഗം വേണം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ് ഇഖ്റാർ എന്ന് പറഞ്ഞു. അത് ഉദാഹരണമായിട്ട് അതിനൊരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വചനം ഉദ്ധരിച്ചു. അതിനുശേഷം അതിൻ്റെ 4 റുക്കുനുകൾ പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. യുആഖദു ബി ഇഖ്റാറി മുകല്ലഫിൻ മുഖ്താരിൻ ഫലാ യുആഖദു ബി ഇഖ്റാറി സബിയ്യിൻ വ മജ്നൂനിൻ വ മുക്റഹിൻ അലൽ ഇഖ്റാർ. യുആഖദു സ്വീകരിക്കപ്പെടണം, പിടികൂടപ്പെടണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനനുബന്ധ നടപടികൾ എടുക്കപ്പെടണം. ബി ഇഖ്റാറി മുകല്ലഫിൻ മുഖ്താരിൻ, ബി ഇഖ്റാറി മുകല്ലഫിൻ മുഖ്താരിൻ, മുകല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുഖ്താരിൻ യഥേഷ്ടം പ്രവർത്തിക്കുന്ന ആളിൽ നിന്ന് സ്വീകരിക്കപ്പെടണം, അല്ലെങ്കിൽ അയാൾ അതിൻ്റെ മേലിൽ അനുബന്ധ നടപടികൾ എടുക്കപ്പെടണം. അങ്ങനെ പറഞ്ഞ അതിൻ്റെ ഓപ്പോസിറ്റ് ഫലാ യുആഖദു, അപ്പോൾ പിടികൂടരുത്, സ്വീകരിക്കരുത്, അനുബന്ധ നടപടികൾ എടുക്കരുത്. ബി ഇഖ്റാരി സബിയ്യിൻ വ മജ്നൂനിൻ, ബി ഇഖ്റാരി സബിയ്യിൻ, മുകല്ലഫിൻ്റെ വിപരീതമായിട്ട് വരും സബിയ്യ്, കാരണം പ്രായപൂർത്തിയൊക്കെ എത്താത്ത ആളുകൾ. വ മജ്നു, കുട്ടിയുടെ ഒരു കുട്ടി വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വ മജ്നൂനിൻ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു, അതും മുകല്ലഫായിട്ടില്ല.
മുഖ്റഹിൻ, മുഖ്താറിൻ്റെ ഓപ്പോസിറ്റാണ്. മുഖ്താർ എന്ന് പറഞ്ഞാൽ യഥേഷ്ടം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആള്. മുക്റഹ് എന്ന് പറഞ്ഞാലോ ഭീഷണിപ്പെടുത്തി, തോക്ക് വെച്ച് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയടാ, സമ്മതിക്കടാ, അല്ലെങ്കിൽ പിന്നെ മൂന്നാം മുറ പ്രയോഗിച്ചു, ഇടിച്ചു, കുത്തി, അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി പീഡനം നടത്തിയിട്ട് പറയിപ്പിച്ചു. അപ്പോൾ അവരുടെ ഒന്നും സ്വീകരിക്കുകയില്ല. ഇഖ്റാർ സ്വീകരിക്കണമെങ്കിൽ മുകല്ലഫും മുഖ്താറുമായിരിക്കണം. സബിയിൻ്റെയോ ഭ്രാന്തൻ്റെയോ ഇഖ്റാർ സ്വീകാര്യമല്ല. മുഖിറായിരിക്കും. മുഖിറിൻ്റെ ഷർത്തുകൾ, നിബന്ധന കൂടിയാണ് പറയുന്നത്. മുഖിർ പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിയും ഒക്കെ ഉള്ള ആളായിരിക്കണം. ഇഷ്ടപ്രകാരം പറയുന്നതായിരിക്കണം. അപ്പോൾ ഒരാൾ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയതാണെങ്കിൽ അവിടെ ശരിയാവുകയില്ല. ഇനി ബാക്കി പറയുന്നു, വശുരിത ഫീഹി ലഫ്ലുൻ യുശ്ഇറു ബി ഇൽതിസാമി ഹഖിൻ കഅലയ്യ ഔ ഇൻദി കദാ ലിഫുലാനിൻ. ഇനി മറ്റൊന്ന് പറയുകയാണ്, വശുരിത ഫീഹി, ഈ ഇഖ്റാറിൽ ഷർത്താക്കപ്പെട്ടു, ലഫ്ലുൻ, ഒരു പദം ഷർത്താണ്, യുശ്ഇറു, ആ പദം അറിയിക്കും, ബി ഇൽതിസാമി ഹഖിൻ, ബാധ്യതയുടെ മേൽ, അവകാശത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കും. അങ്ങനത്തെ ഒരു പദമായിരിക്കണം ഇവൻ ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും പദം ഉപയോഗിച്ചതുകൊണ്ട് ശരിയാവില്ല. ആ പദപ്രയോഗം വേണമെന്ന് നമ്മൾ പറഞ്ഞു. ആ പദപ്രയോഗം പൂർണ്ണമായിട്ടും ഒരു കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട് എന്നറിയിക്കുന്നതിൻ്റെ മേൽ ഉള്ള പദങ്ങളായിരിക്കണം. ഉദാഹരണം പറയാണ്, ക അലയ്യ ഔ എന്തി കദാലി ഫുലാനിൻ. നേരത്തെ അബോഗ്രാജി മരിച്ചപ്പോൾ വന്ന ആൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പിതാവിൻ്റെ മേൽ ഇങ്ങനെ ബാധ്യതയുണ്ട്. അതേപോലെ ക അലയ്യ, എൻ്റെ മേൽ നിർബന്ധമാണ്, ഔ ഇന്തി, എൻ്റെ അടുത്തുണ്ട്, കഥ ലി ഫുലാനിൻ, ഇന്ന ആൾക്കുള്ള, കഥ ഇപ്രകാരമുണ്ട്, ലി ഫുലാനിൻ, ഇന്ന ആൾക്ക്. ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ എന്നൊക്കെ അതിനാണ് പറയാം. ഇന്ന ആൾക്കുള്ളത് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ വശുരിത ഫിൽ മുഖറി ബിഹി, നമ്മൾ മുഖർ പറഞ്ഞു, മുഖർ ലഹു പറഞ്ഞു, മുഖറും ബിഹി പറഞ്ഞു, ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞു അർക്കാനുകളിൽ. അതിൽ മുഖറും ബിഹിയിൽ ഷർത്താക്കപ്പെട്ടു, അല്ലാ യക്കൂന മിൽക്കൻ ലി മുഖിൻ ഹീന യുഖിറു. ഇത് ഇഖ്റാർ നടത്തുന്ന സമയത്ത് അതുവരെയും അവൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്, അങ്ങനെ ആവാൻ പാടില്ല. വശുരിത ഫിൽ മുഖറി ബിഹി, മുഖറു ബിഹിയിൽ ഷർത്താക്കപ്പെട്ടു, അല്ലാ യക്കൂന, ആ മുഖർ ബിഹി ആകാതിരിക്കൽ, മിൽക്കൻ ഉടമസ്ഥതയിലുള്ളതായിരിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത ആകാതിരിക്കൽ, ലി മുഖിൻ, ഇഖ്റാർ നടത്തുന്ന ആൾക്കായിരിക്കരുത്, ഹീന യുഖിറു, അവൻ ഇഖ്റാർ നടത്തുന്ന സമയത്ത്. അപ്പോൾ ഇവൻ നടത്തുന്ന സമയത്തും പണ്ടൊക്കെ ഇത് ഇവൻ്റെ തന്നെയാണ്, ഇവൻ്റെ തന്നെ ആവാൻ പാടില്ല. കാരണം ലി അന്നൽ ഇഖ്റാറ, ഇഖ്റാർ എന്നത് ലൈസ ഇസാലത്തൻ അനിൽ മിൽക്കി, തൻ്റെ ഉടമസ്ഥതയിലുള്ളത് നീക്കി കൊടുക്കലല്ല ഇഖ്റാർ എന്ന് പറയല്. വേറെ ആരുടെയെങ്കിലും അവകാശം തൻ്റെ ഉണ്ടെങ്കിൽ പറയലാണ്, അല്ലാതെ തൻ്റേത് മറ്റൊരാളിലേക്ക് നീക്കി കൊടുക്കലല്ല. ലൈസ ഇസാലത്തൻ അനിൽ മിൽക്കി വ ഇന്നമാ ഹുവ, തീർച്ചയായും ഇഖ്റാർ എന്നത്, വ ഇന്നമാ, തീർച്ചയായും, ഹുവ, ആ ഇഖ്റാർ മാത്രമാണ്. എന്ത് മാത്രമാണ്? ഇഖ്ബാറുൻ അൻ കൗനിഹി, നമ്മൾ നേരത്തെ പറഞ്ഞു ഇഖ്ബാറു ഷഖ്സാണ് ഇഖ്റാർ എന്ന് പറഞ്ഞു. ഇഖ്ബാറുൻ അൻ കൗനിഹി മിൽക്കൻ ലിൽ മുഖറി ലഹു, മുഖർ ലഹുവിന് മിൽക്കാണ് എന്ന് പറയലാണ്. ആ മുഖർ ലഹുവിന് ഇത് മിൽക്കാണ് എന്ന് പറയലാണ് ശരിക്ക്. ആരുടെ മിൽക്കാണോ ആരിലേക്കാണോ നീക്കുന്നത് അയാളുടെ മിൽക്കാണെന്ന് പറയലാണ്, അല്ലാതെ ഇത് നീക്കി കൊടുക്കലാണോ? അല്ല. ഇനി വസഹ ഇഖ്റാറുൻ മിൻ മരീദിൻ, ഇഖ്റാർ നടത്തുന്ന ആൾ ആകെ പറ്റ ക്ഷീണിച്ച അവശനായ ഒരാളാണ്, അയാളിൽ നിന്ന് ഇഖ്റാർ സഹീഹാകും. വലൗലി വാരിസിൻ, അത് തൻ്റെ വാരിസിനുള്ളതാണെങ്കിൽ പോലും. ഒരാൾ മുഖിറായ ആൾ, അയാൾക്ക് അസുഖമാണ്, അയാൾ പ്രയാസമുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. അയാൾ പറയണത്, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും വാരിസിന് നീങ്ങേണ്ട സ്വത്താണ്, മകൻ്റെ മുതലാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ മരിച്ചാൽ ഓട്ടോമാറ്റിക് ഞാൻ ആ കൈപ്പറ്റിയ സാധനം അയാൾക്ക് തന്നെ പോവാം. എന്നാൽ പോലും സത്യം ചെയ്താൽ, അല്ലെങ്കിൽ ഇഖ്റാർ ചെയ്താൽ, ഈ ഇഖ്റാർ സത്യം തുറന്നു പറഞ്ഞാൽ അത് സഹീഹാകും. വസഹബി മജ്ഹൂലിൻ, ഇനി എന്തോ എന്ന് ഓർമ്മയില്ല, എന്തോ ഒന്ന് ആ കടയിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്,
എന്തോ ഒന്ന് അയാളുടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ പോലും സഹീഹാകും. ബി മജ്ഹൂലി കശൈഇൻ, എന്തോ ഒന്ന്, ഒരു വസ്തു എന്ന് പറഞ്ഞു. ഔ കഥ, അല്ലെങ്കിൽ എന്തോ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫയുത്ലബു, അപ്പോൾ അവനോട് ചോദിക്കപ്പെടണം, ഈ പറഞ്ഞ ആളോട് ചോദിക്കപ്പെടണം. മിനൽ മുഖിറി, ഫയുത്ലബു മിനൽ മുഖിരി, ഈ മുഖറിൽ നിന്ന് തേടപ്പെടണം. തഫ്സീറുഹു, അതിൻ്റെ വിശദീകരണം. അപ്പോൾ എന്താണ് നടത്തിയത് എന്നുള്ള വിശദീകരണം ചോദിക്കണം. കാരണം എന്താ, ഇങ്ങനെയൊക്കെ സാഹചര്യമുണ്ട്, അപ്പോൾ ഇത് ഇന്നത് ഇക്കാരം, കടയിൽ നിന്നല്ലേ, ഷോപ്പിൽ നിന്നല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇക്കാരം എന്നൊക്കെ വിശദീകരണം ചോദിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള നടപടി ചെയ്യണം. അപ്പോൾ ആ ഭാഗത്ത് പറഞ്ഞത് മുക്കല്ലഫിൻ്റെ ഇഖ്റാറാണ് സഹീഹാവുക, കുട്ടിയുടേത് സഹീഹാവുകയില്ല. പിന്നെ അടുത്തത് പറഞ്ഞത് അതിനുപയോഗിക്കേണ്ട പദപ്രയോഗം ഏത് രീതിയിലാണെന്ന് പറഞ്ഞു. പദപ്രയോഗവും ഇതൊക്കെ നടത്തി കൈമാറുന്ന സമയത്ത് ഇയാൾക്ക് മിൽക്കുണ്ടാവാൻ പാടില്ല, ഇയാളുടെ ഉടമസ്ഥതയിലുള്ളതാവരുത് എന്ന് പറഞ്ഞു. അവസാനമായി പറഞ്ഞു, നമ്മളൊരു രോഗിയായ ആളിൽ നിന്ന് പോലും ഇഖ്റാറ് സ്വീകരിക്കും, അറിയപ്പെടാത്ത വസ്തുവാണെങ്കിൽ പോലും ഇഖ്റാറ് സ്വീകരിക്കും. ഇനി ശേഷം വസഹ ഇഖ്റാറും ബി നസബിൻ അൽഹഖഹു ബി നഫ്സിഹി. ഇനി വസ്തുവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഇഖ്റാറ് സഹീഹാകും ബി നസബിൻ, ഒരു തറവാട് ബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം കൊണ്ട്, അൽഹഖഹു ബി നഫ്സിഹി, തന്നിലേക്ക് ചേർത്തി പറയുന്ന ഒരു കുടുംബ ബന്ധം കൊണ്ടും ഇഖ്റാർ ശരിയാവും. അതെന്താ തന്നിലേക്ക് ചേർത്തി പറയുന്ന കുടുംബ ബന്ധം? കഅൻ കാല, അവൻ പറയുന്നത് പോലെ, ഹാദാ ഇബിനി, ഒരു കുട്ടിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ കുട്ടിയാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ സമ്മതിച്ചാൽ ശരിയാകും. ബി ഷർത്തി ഇംകാനിൻ, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, യാതൊരു പോസിബിലിറ്റി ഇല്ല. ഇയാൾക്ക് 50 വയസ്സാണ്, ഇയാൾ ചൂണ്ടിക്കാണിച്ച ആൾക്ക് 49 വയസ്സായിക്കണ്, എന്നിട്ട് പറയുകയാണേ അയാൾ അതിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു, അവിടെ സാധ്യതയില്ല. സാധ്യത ഉണ്ടാകലോടുകൂടെ വമഅ തസ്ദീഖി മുസ്തൽഹഖിൻ, ഇവൻ ചേർത്തി പറയുന്ന ആൾ വാസ്തവമാക്കും വേണം. ഇയാൾ ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്, ഒരു അഹമ്മദ് പറഞ്ഞത് ഒരു സിദ്ദീഖിനെ കാണിച്ചിട്ടാണ് പറഞ്ഞു ഈ സിദ്ദീഖിൻ്റെ മോനാണെന്ന് പറഞ്ഞു. സിദ്ദീഖ് അതിനെ അംഗീകരിക്കണം, അയാൾ അഹിലിൻ ലഹു, അംഗീകരിക്കാൻ അഹിലായിരിക്കും, ബന്ധപ്പെട്ടവനായിരിക്കണം. ഇവനക്കൊന്നും അറിയില്ല, ഇവന് ഭ്രാന്തായി നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വകതിരിവില്ലാത്ത ഒരാളാണ്. ഇത് സമ്മതിക്കാൻ പറ്റിയ യോജിച്ച ഒരു ഘട്ടത്തിലുള്ള ആളല്ല. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. വമാ തസ്ദീഖി മുസ്തൽഹഖിൻ അഹ്ലില്ലഹു, ചേർക്കപ്പെട്ട ഇതിന് ബന്ധപ്പെട്ട വ്യക്തി സമ്മതിക്കലോടും വാസ്തവമാക്കലോടും കൂടെ ഒരു തറവാട് ബന്ധം ചേർത്ത് പറഞ്ഞാൽ അത് വാസ്തവമാക്കപ്പെടും, അത് സമ്മതിക്കലായി മാറും, ഇഖ്റാറായി മാറും. ഫഇല്ലം യുസദ്ദിഖുഹു, ഇനി ഇവൻ അതിനെ സമ്മതിച്ചില്ല, അയാളിൻ്റെ വാപ്പൊന്നല്ല, ഇയാൾ പറഞ്ഞു ഇതിൻ്റെ മോനാന്ന് പറഞ്ഞു, അയാൾ പറഞ്ഞു ഇതിൻ്റെ വാപ്പൊന്നല്ല, ഏതായി ചങ്ങായി എന്നൊക്കെ പറഞ്ഞു. ഔ സക്കത്ത, അല്ലെങ്കിൽ അയാൾ ഉണ്ടാതിരുന്നു, ചോദിച്ചപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. ലം യസ്ബുത്ത് നസബുഹു, ഇവിടെ നസബ് സ്ഥിരപ്പെടുകയില്ല. അപ്പം നസബ് സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ ഇയാൾ സമ്മതിക്കണം, അല്ലെങ്കിൽ സമ്മതിക്കാൻ ബോധവും ബുദ്ധിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾ സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ ഈ നസബ് കുടുംബബന്ധവും സ്ഥിരപ്പെടും. അപ്പോൾ ഇഖ്റാർ കുടുംബബന്ധത്തിലും പറ്റും എന്നാണ് പറഞ്ഞത്. വൽ മുഖറു ബിഹി ലർബാനി, വൽ മുഖറു ബിഹി, മുഖറു ബിഹി എന്ന് പറയുന്നത് ഒരു വസ്തു ഉണ്ടല്ലോ, മുഖർ ലഹു മുഖർ ബിഹി, ആർക്കാണോ അവകാശമുണ്ട് എന്ന് പറയുന്നത്. പിന്നെ മുഖർ ബിഹി ഉണ്ടല്ലോ, മുഖർ ബിഹി ലർബാനി, 2 ഇനാണ്. എന്താണ്? ഹഖുല്ലാഹി തആല, ബാധ്യത ആരോടായിരിക്കാം? അള്ളാഹുവിനോടായിരിക്കാം. ഒരു കുറ്റം ചെയ്തു, ഉദാഹരണമായിട്ട് മുകളിൽ പറഞ്ഞു വ്യഭിചാരം നടത്തി, അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, കടപ്പാടാണ്. അപ്പോൾ അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയായിരിക്കാം. വ ഹഖുൽ ആദമി, മനുഷ്യനോടുള്ള ബാധ്യതയായിരിക്കും. ഒരാളിത് മോഷ്ടിച്ചു, ഒരാളിത് തട്ടിപ്പറിച്ചു, ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ മുഖറു ബിഹി 2 ആണ്. അത് ഒന്ന് അള്ളാഹുവിനോടുള്ളതാണ്, ഒന്ന് സൃഷ്ടിയോടുള്ളതാണ്, ഒന്ന് സൃഷ്ടാവിനോടുള്ളതാണ്, മനുഷ്യനോടുള്ളതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ളതാണ്. അത് 2ഉം പറയാൻ കാരണം വ ഹഖുല്ലാഹി യസിഹു റുജൂഉ ഫീഹി, അള്ളാഹിൻ്റെ കടപ്പാടിൽ ഒരാൾ സമ്മതിച്ചു ഞാനിങ്ങനെ വ്യഭിചാരം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോടതിയിലൊക്കെ ഹാജരാക്കി ആ സമയത്ത് പറഞ്ഞു ഞാൻ അപ്പോൾ വേറെന്തോ ഒരു അവസ്ഥയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ റുജൂഉ പറ്റും. ആ യസിഹു റുജൂഉ ഫീഹി അനിൽ ഇഖ്റാറി, അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ ഇഖ്റാറിൽ നിന്ന് പിന്മാറൽ സാധുവാകും, സഹീഹാകും. എന്നാൽ
ഹദ്ദി സിന, വ്യഭിചാരത്തിൻ്റെ ഹദ്ദ് പോലെ, വ്യഭിചാരത്തിന് നടപ്പിലാക്കപ്പെടുന്ന ശിക്ഷ പോലെ, ബി ഖിലാഫി ഹക്കിൽ ആദമീ, മനുഷ്യരോടുള്ള ഹക്കിൽ അത് പറ്റൂല. മനുഷ്യരോടുള്ള ഏർപ്പാട് അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യത്തിൽ അവൻ നടത്തിയ ഒരു സമ്മതം, ഒരു അംഗീകാരം, അവൻ അങ്ങനെ അംഗീകരിക്കൽ, ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് ഫലാ യസിഹു റുജൂഉ ഫീഹി, അതിൽ നിന്ന് പിന്മാറൽ അനുവദനീയമല്ല. ഒരാൾക്ക് 2 ലക്ഷം കൊടുക്കാനുണ്ട് എന്നവനൊക്കെ സമ്മതിച്ചൊക്കെ വിധിയൊക്കെ കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞ് പറയാം അപ്പം ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞു, അത് പറ്റൂല. അങ്ങനെ വെറുതെ പറയാൻ ഈ വിഷയത്തിൽ ഇഖ്റാറിൽ പറ്റൂല. കഹദ്ദിൽ ഖദ്ഫി, ഖദ്ഫ് എന്ന് പറഞ്ഞാൽ ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അനാവശ്യമായിട്ടൊരു ആരോപണം നടത്തി, എന്നിട്ട് അതിൽ നിന്ന് പിന്മാറാൻ പറ്റൂല. അങ്ങനെ നടത്തിയതിൽ നിന്ന് പിന്മാറൽ അനുവദനീയമല്ല. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞത് 2 വിഭാഗമാണ് മുഖറു ബിഹി. ഒന്ന് അള്ളാഹുവിനോടുള്ള കടപ്പാട്, ബാധ്യത, ഒന്ന് സൃഷ്ടിയോടുള്ള ബാധ്യത. മനുഷ്യരോടുള്ള ബാധ്യതയിൽ നിന്ന് പിന്മാറൽ അനുവദനീയമല്ല. സൃഷ്ടാവിനോടുള്ള ബാധ്യതയിൽ നിന്ന്, അതാ പറച്ചിൽ നിന്ന് അവന് വേണമെങ്കിൽ റുജൂ പറ്റും. ഔ ഹിബത്തിൻ, ഇനി ഒരാൾ ഇഖ്റാർ നടത്തി, ബി ബൈ ഇൻ, ബൈ കൊണ്ട് ഇഖ്റാർ നടത്തി. ഔ ഹിബത്തിൻ, അല്ലെങ്കിൽ കച്ചവടം കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ നൽകിയെന്നോ പറഞ്ഞു. ഫസാദഹു, പിന്നെ പറഞ്ഞു ആ കച്ചവടം ശരിയായിട്ടില്ല, അത് കച്ചവടത്തിൻ്റെ നിബന്ധനകളൊന്നും നടത്താതെയാണ് കച്ചവടം നടത്തിയത്. ലം യുഖ്ബൽ ഫീ ദഅവാഹു, അവൻ്റെ വാദം സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെ മാറ്റി പറയാനൊന്നും പറ്റൂല, നടന്നില്ല എന്ന് പറഞ്ഞിട്ട്. വലോ ഖാല ഹാദാ ലി സെയ്ദിൻ, ഇനി അവൻ പറഞ്ഞു ഇത് സെയ്ദിനാണ്, പിന്നെ ഇവിടെ പറഞ്ഞു ബൽ ലി അംറിൻ, അല്ല അംറിനാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഗസബ്തു മിൻ സെയ്ദിൻ ബൽ മിൻ അംറിൻ, അല്ലെങ്കിൽ ഗസബ്തു, ഞാനത് പിടിച്ചെടുത്തു മിൻ സെയ്ദിൻ, സെയ്ദിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ പറഞ്ഞു. ബൽ മിൻ അംറി, പെട്ടെന്ന് പറഞ്ഞു, അല്ല അംറിൽ നിന്ന് എടുത്തതാ പറഞ്ഞു. സുല്ലിമൽ മുഖറു ബിഹി സെയ്ദിൻ, പറഞ്ഞത് ഞാൻ 2 ലക്ഷം സെയ്ദിന് കൊടുക്കാണ്ടെന്നാണ് പറഞ്ഞത്, അല്ല അംറിൻ എന്ന് പറഞ്ഞു. പക്ഷേ സെയ്ദിനാണ് ആ പൈസ പോവുക. സവാഉൻ കാല ദാലിക മുത്തസിലൻ ഔ മുൻഫസിലൻ, സവാഉൻ കാല, സെയ്ദ് എന്നതിന് ശേഷം അവൻ പറഞ്ഞു അംറി എന്ന് പറഞ്ഞത് മുത്തസിലൻ പെട്ടെന്ന് പറഞ്ഞു, ചേർത്ത് പറഞ്ഞു, ഔ മുൻഫസിലൻ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. മുത്തസിലൻ ചേർത്ത്, മുൻഫസിലൻ പിരിച്ച്, ചേർത്ത് പറഞ്ഞാലും പിരിച്ച് പറഞ്ഞാലും അവിടെ അവകാശം ആദ്യം പോവുക ആർക്കാ? സെയ്ദിനാണ്. ഇനിയിപ്പോൾ സെയ്ദ് പറയാണ് എനിക്കറിയാം സെയ്ദ്, എനിക്കെല്ലാം അംറിനാന്നറിയാം, എനിക്ക് തരണ്ടാവും, എനിക്കെന്നെ കൊടുത്താളെന്ന് പറഞ്ഞാൽ അവിടെ കഴിയും. പക്ഷേ ഈ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാമികമായ വിധി, കോടതിക്ക് വേണമെങ്കിൽ ഇത് വെച്ച്, ഇസ്ലാമിക കോടതിക്ക് വെച്ച് ഇത് വെച്ച് സെയ്ദിന് വാങ്ങി കൊടുക്കാം. മാത്രമല്ല ഗരിമ ബദലഹൂലി അംറിൻ, അവിടെ അംറിന് പകരം കൊടുക്കൽ അവൻ കടക്കാരനും ആവും. കാരണം എന്താ? അംറിൻ്റെ പൈസ ഓൾറെഡി ഇവൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പം അവിടെ അംറിന് കടക്കാരനാവുകയും സെയ്ദിന് അവകാശം ഇരിക്കുകയും ചെയ്യും. ഇതാണ് അപ്പോൾ ഇഖ്റാർ നടത്തുന്ന സമയത്ത്, ഈ പ്രയോഗം നടത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം പദപ്രയോഗങ്ങൾ നടത്താൻ. കാരണം ഇഖ്റാർ നടത്തുമ്പോൾ മാറ്റിപ്പറയൽ കൊണ്ട് ഉടൻ മാറ്റിപ്പറയൽ കൊണ്ട് ഇത് നമ്മൾ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ സമ്മതം നടത്തൽ, അതിന് 4 ഷർത്തുകളുണ്ട്. മുഖർ വേണം, മുഖർ ലഹുൻ, ആർക്കാണോ കൊടുക്കാനുള്ളത് അത് ആ വസ്തു അവിടെ വേണം. പിന്നെ മുഖർ ബിഹി, ആ വസ്തു അവിടെ വേണം. സീഗത്തിന്, ഇതിൻ്റെ പദപ്രയോഗം വേണം. പിന്നെ മുഖറിനുള്ള ഷർത്തുകൾ, മുഖർ ലഹുവിനുള്ള ഷർത്തുകൾ, മുഖർ ബിഹീൻ്റെ ഷർത്തുകൾ, സിയകൾ, ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ പാഠം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ചരിത്രത്തിലെ പല അടയാളപ്പെടുത്തലുകൾക്കും ചിലപ്പോൾ കനപ്പെട്ട കൽപ്പടവുകളോളം കനം വന്നു ചേരുമെന്ന് പറയാം. അതിനു പിന്നിൽ പറഞ്ഞു തീർക്കാനാവാത്ത വിധം ഒന്നോ അതിൽ കൂടുതലോ കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ പറഞ്ഞു തീർക്കാനാവാത്ത ഈ കാരണങ്ങൾക്ക് പിറകിൽ നിന്നും ഉയർന്നു വന്ന ഒരു അടയാളപ്പെടുത്തലിൻ്റെ പേര് സുപ്രഭാതം. ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയും ഇടപെടലുകളിലൂടെ പ്രാവർത്തികമാക്കുന്ന സംശുദ്ധിയും ജനമനസ്സുകളിലെ വിശ്വാസ്യതയുമാണ് ഇന്ന് ഈ സുപ്രഭാതം എന്ന പേരെന്ന് പറയുമ്പോൾ
ഇരയുടെ നൊമ്പരങ്ങൾക്കപ്പുറത്ത് സാധ്യതകളുടെ വിപണനം തേടുന്ന മാധ്യമ രീതികളോട് അരുതെന്ന ആർജവം കൂടിയാണ് ഈ പേര്. സുപ്രഭാതം ദിനപത്രം 6 വർഷത്തെ വിശ്വാസ്യതയോടെയുള്ള മാധ്യമ പ്രവർത്തനം എന്ന അഭിമാനബോധത്തോടെ വളച്ചൊടിക്കലിനും വെട്ടിച്ചുരുക്കലിനും ഒരുക്കമില്ലാതെ മലയാള മാധ്യമ ഇടങ്ങളിൽ ചൊലുത്തിയ ഈ പത്രത്തിന്റെ സ്വാധീനത്തെയും ആർക്കും വെട്ടിച്ചുരുക്കാനാവില്ല. നമുക്കുമെന്നെ സാത്വികമായി പ്രകാശമായി നടന്നു നീങ്ങിയ മഹത്തുക്കളായ നേതാക്കളുടെ അക്ഷീണമുള്ള നിസ്വാർത്ഥതയുടെ അടയാളപ്പെടുത്തലായ ഈ പത്രത്തെ സ്ഥാപക ചെയർമാൻ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ എന്ന പേരോടുകൂടിയല്ലാതെ ഓർക്കാനാവുന്നില്ല. 6 എഡിഷനുകളുടെ ചരിത്ര നിയോഗമായി ഈ പത്രത്തിന്റെ കടന്നുവരവിനെ നിറമുള്ളതാക്കിയ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ അടക്കം റയീസുൽ ഉലമ കാളമ്പാടി ഉസ്താദും ചൊറിശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും അടക്കം നാമങ്ങൾ നിറമുള്ള ഓർമ്മകളായല്ലാതെ ഈ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാനാവില്ല. ശരിയായ ഒരു പത്രധർമ്മം, ആ പത്രധർമ്മമാണ് സുപ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾ അത് ശത്രുക്കളുടെ വാർത്തകളാവട്ടെ, മിത്രങ്ങളുടെ വാർത്തകളാവട്ടെ, നമുക്ക് വിയോജിപ്പുള്ള സംഘടനകളുടെയോ അല്ലെങ്കിൽ വിയോജിപ്പുള്ളതായ മറ്റു പ്രസ്ഥാനത്തിൻ്റെ വാർത്തകളാവട്ടെ, നമ്മളോട് യോജിപ്പുള്ള പ്രസ്ഥാനങ്ങളുടെയോ മറ്റു വാർത്തകളാവട്ടെ, ഏത് വാർത്തകൾ കൊടുക്കുമ്പോഴും ആ വാർത്തകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി അതിനെ ആ വാർത്തകളെ വളച്ചൊടിക്കാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനോ ഒന്നുമല്ലാത്ത നിലക്ക് നിഷ്പക്ഷമായി കൊണ്ടിട്ട് നിഷ്പക്ഷമായി വാർത്തയെ കൈകാര്യം ചെയ്യാം. ഇതാണ് സുപ്രഭാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയപ്രകാശനം, പൈതൃക സംരക്ഷണം, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടം, ദേശീയോദ്ഗ്രഥനം, ഐക്യം, മതസൗഹാർദ്ദം, നീതിക്കായുള്ള ധീരമായ ശബ്ദം, അധാർമികതയ്ക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ, ഇവയെല്ലാം സുപ്രഭാതം ലക്ഷ്യം വെക്കുന്നു എന്ന് കൂട്ടുമല ബാപ്പു മുസ്ലിയാർ കൂട്ടിച്ചേർത്തപ്പോൾ ഇനി നമുക്ക് ചേർത്തു വായിക്കാൻ ഒന്നേയുള്ളൂ. 1/2 ഡസൻ എഡിഷനുകളോടെ പുറത്തിറങ്ങിയ മലയാളക്കരയിലെ ഈ പ്രഥമ പത്രം അത് കൈരളിക്ക് ഒരു പുതുചരിത്രമായി യാത്ര തുടരുകയാണ്. ഈ 6-7 വർഷത്തിനുള്ളിലായി കൊണ്ട് സുപ്രഭാതം ഇവിടെ ഇടപെട്ട ഒരുപാട് പ്രശ്നങ്ങൾ. ഇവിടുത്തെ മത സൗഹാർദ്ദം നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് സുപ്രഭാതം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ലേഖനങ്ങളോ മതസ്പർദ്ധ വളർത്തുന്ന നിലക്കുള്ളതായ ഏതെങ്കിലും പത്ര റിപ്പോർട്ടുകളൊക്കെ അത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ സുപ്രഭാതം കൈകാര്യം ചെയ്യാറുള്ളൂ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷങ്ങൾ ഏത് വിഭാഗക്കാരാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും മറ്റും നേടിയെടുക്കാൻ ആവശ്യമാവുന്ന ലേഖനങ്ങളും മറ്റും പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ടതായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി സുപ്രഭാതം വളരെയധികം മുന്നിട്ടിറങ്ങുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ സുപ്രഭാതം നടത്തിയിട്ടുണ്ട്. ആധുനിക പ്രസ്, അതിമനോഹരമായ ആസ്ഥാനങ്ങൾ, മികവ് തെളിയിച്ച മാധ്യമ വിശാരദർ, കുറ്റമറ്റതായ കോർഡിനേഷൻ, അഡ്മിനിസ്ട്രേഷൻ,
അതുല്യവും അർപ്പണബോധവുമുള്ള നിയന്ത്രണം, ഇതെല്ലാമാണ് സുപ്രഭാതമെന്ന് പറഞ്ഞപ്പോൾ ഞെക്കിക്കൊള്ളുന്ന നീതിശാസ്ത്രത്തിനെതിരെ പടവാളായി സുപ്രഭാതം മാറിയിരിക്കുന്നു എന്ന ഒറ്റവരിയിൽ ഈ വിജയത്തെ വിശേഷിപ്പിക്കാനുമാവില്ല. മലയാളി കാത്തിരുന്ന സുപ്രഭാതത്തിന്റെ വാതിൽ തുറന്നു തന്നത് ഉമ്മത്തിന്റെ നായകർ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, കൂടെ അഭിവന്യർ കോയക്കുട്ടി ഉസ്താദും സൈനുൽ ഉലമയുമായിരുന്നു. മലയാളി താലോലിച്ച മാധ്യമ സങ്കല്പങ്ങൾക്ക് തുടക്കമിട്ട നാൾ. റയീസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് ഉദ്ഘാടകനായാണ് മീഡിയ സെന്റർ പ്രവർത്തനം തുടങ്ങുന്നത്. സുപ്രഭാതത്തിലേക്കുള്ള മുന്നേറ്റങ്ങളുടെ നാളുകളായിരുന്നു പിന്നീട്. 2013 നവംബർ 1 സുപ്രഭാതത്തിന്റെ പ്രഖ്യാപനം. 2014 കലണ്ടർ പുറത്തിറങ്ങി. പത്രം പ്രകാശിതമാവുന്നതിന്റെ 8 മാസം മുന്നേ. പിന്നെ നിയമനങ്ങൾ, പരിശീലനം, ജില്ലാസ്ഥാനങ്ങൾ എല്ലാം ദ്രുതഗതിയിൽ. 6 വർഷത്തെ മാധ്യമരംഗത്തെ സുപ്രഭാതത്തിന്റെ യാത്ര തുടർന്നും ചരിത്രത്തിലെ മറ്റൊരു ബലമുള്ള കൽപ്പടവുകൾ കൊണ്ടുള്ള അടയാളപ്പെടുത്തലുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ സമസ്ത ഈ പത്രത്തിൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ ഈ വർഷവും അതിനേക്കാൾ ഉപരിയായി കൊണ്ട്, പ്രത്യേകിച്ച് ഇത് ഒരു പ്രത്യേക പ്രതികൂല കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളും അവരുടെ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയും ഓരോ വീട്ടിലും ഒരു സുപ്രഭാതം എന്ന അടിസ്ഥാനത്തിൽ അതിൻ്റെ വരിക്കാരെ ചേർത്തും കൊണ്ടിട്ട് വലിയൊരു സംഭവമാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ബന്ധപ്പെട്ട ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു.